പല രംഗങ്ങളിലും ഈ പ്രായത്തിലൊക്കെ വഴിതെറ്റി പോവുക അല്ലെങ്കിൽ മറ്റ് സന്മാർഗ ലീലകളിലൊക്കെ കടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകണം. പാശ്ചാത്യ ലോകമായിട്ട് എത്രത്തോളം അടുക്കാൻ കഴിയുന്ന അത്രത്തോളം അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പനമുക്കിലെ നഗരമാണെങ്കിൽ നമ്മുടെ പനമുക്കിൻ്റെ പ്രാന്തപ്രദേശത്ത് ഗാന്ധിനഗർ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഒരു കൂട്ടം യുവാക്കൾ ഇത്തരം സംരംഭമായി മുന്നോട്ട് വരാമെന്ന് പറയുമ്പോൾ എനിക്കൊക്കെ അതൊരു വളരെ നമ്മുടെ എക്സ്പീരിയൻസിലൊക്കെ വളരെ നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തന്നെ കാണാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിസ്സാരമല്ല. എന്നാണെന്നുവെച്ചെങ്കിൽ ഇതുപോലുള്ള ഒട്ടനവധി പരിപാടികൾ ഏറ്റെടുക്കാനായിട്ട് ഒരുമ ഒരിക്കലും ഇതിനെ പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾക്ക് മാത്രമല്ല സാമൂഹ്യ സേവനത്തിനായിട്ടാണ് ഇതിനെ വഴി തുറന്നിട്ടുള്ളത്. യാതൊരു കാരണവശാലും സാമ്പത്തികമായി യാതൊരു നേട്ടവും ഇല്ലാതെ സമൂഹത്തിന് നന്മ ചെയ്യാനും നല്ല മാതൃകകൾ വരും ജനറേഷന് കാണിക്കാനും പറ്റിയ മാർഗങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതിൻ്റെ ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയ്ക്ക് തണൽ മരം നട്ടുകൊണ്ടും നമ്മുടെ റോഡ് മനോഹരമാക്കാനും ഇതിൻ്റെ പരിസരം ഈ മരം വയ്ക്കുമ്പോൾ ഇതിൻ്റെ പരിസരത്ത് മറ്റ് കുറ്റിക്കാടുകൾ ഇല്ലാതെ നോക്കേണ്ടത് കോർപ്പറേഷൻ്റെ കടമയാണെങ്കിലും അതിൻ്റെ ഒരു കോർപ്പറേഷൻ എന്തെങ്കിലും വീഴ്ച വന്നാൽ തന്നെ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ തണൽ മരങ്ങളുടെ പരിസരം വളരെ വൃത്തിയായി മരം മാത്രമേ മുകളിലേക്ക് പോകാവൂ. അതിൻ്റെ പരിസരത്ത് കുറ്റിച്ചെടികളൊന്നും ഇല്ലാതിരുന്നാലേ നമുക്കതിൻ്റെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ നടുന്ന മരങ്ങൾ എന്നും പരിപാലിക്കപ്പെടാനും അത് ശുശ്രൂഷിക്കാനും അതുവഴി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനും അതും ആയുർവേദ ഔഷധ ഗുണങ്ങളുള്ള ചെടികളാണ് നടുന്നത്. അതുകൊണ്ട് ഇതിൽ നടന്നു പോകുന്നവർക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം അനുഭവിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ഈ സംരംഭത്തിന് നല്ല തുടക്കമായ ഈ സംരംഭത്തിന് മുഴുവൻ സഹകരണവും സർവശക്തിൻ്റെ പിന്തുണയും ഉണ്ടാകട്ടെ എന്നും അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ മാതൃകയാകാനും ഈ ആളുകളുടെ അംഗീകാരം നിങ്ങൾക്ക് ഉണ്ടാകും. ആ അംഗീകാരം ഒരു പ്രോത്സാഹനമായി എടുത്തുകൊണ്ട് വരും നാളുകളിൽ ഇതുപോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം സ്വീകരിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട്